കേവലമായ ബ്രിട്ടനിൽ നിന്നുള്ള വിടുതി ഇന്ത്യയിൽ സ്വാതന്ത്ര്യമാകില്ല എന്ന് നിശ്ചയമായി ബോധ്യമുണ്ടായിരുന്ന ഒരുപക്ഷെ പ്രധാനപ്പെട്ട രണ്ടു പേർ, ഒന്ന് അംബേദ്കറും മറ്റൊന്ന് ഗാന്ധിജിയുമായിരുന്നു. ഗാന്ധിയുടെ പേര് നാം അങ്ങനെ ഓർക്കാറില്ല ആ സന്ദർഭത്തിൽ. ഗാന്ധിക്ക് പക്ഷേ നല്ല ഓർമ്മയുണ്ടായിരുന്നു. ഗാന്ധി അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്ന വാക്ക് ഉപയോഗിക്കുന്നേ ഇല്ല. അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് സ്വരാജ് എന്നാണ്. സ്വരാജ് എന്നത് വെറും സ്വാതന്ത്ര്യമല്ല, ബ്രിട്ടനിൽ നിന്നുള്ള വിടുതിയല്ല. അവസാനത്തെ മനുഷ്യനും സ്വാധികാരത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രത്തെയാണ് ഗാന്ധി സ്വരാജ് എന്ന് വിളിച്ചത്. അദ്ദേഹത്തോട് സ്വാതന്ത്ര്യപ്രാപ്തിയുടെ ദിവസത്തിൽ 47 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഗാന്ധി ബേലിയാഘട്ടിലാണ്. കൽക്കട്ടയ്ക്കപ്പുറം ബേലിയാഘട്ടിലെ ഹൈദരി മൻസിൽ എന്ന് പറയുന്ന ഇടിഞ്ഞു പൊളിഞ്ഞൊരു വീടിനകത്താണ് അദ്ദേഹം അന്ന് കഴിഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് അദ്ദേഹത്തോട് പത്രക്കാർ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇന്ത്യ ഗവൺമെൻറ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിൻ്റെ ലളിതമായൊരു വാക്യത്തിൽ പറഞ്ഞ മറുപടിയാണ് വൈപ്പ് ഔട്ട് ദ ടീയേഴ്സ് ഫ്രം ദ ഐസ് ഓഫ് ദ കോമൺ മാൻ എന്ന് പറയും. അവസാനത്തെ മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊപ്പലാണ് ഒരു ഭരണകൂടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്.